ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് 1 കിലോ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുക്കാനാട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ അതിലേക്ക് എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ മസാല പുരട്ടിയിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി. ഇതിൻ്റെ വെള്ളം ചേർക്കുമ്പോഴാണ് നമ്മൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതവിടെ വേവിക്കാൻ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളി ഇതുപോലെ ഒരു കല്ല് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തിട്ടാണ് എടുക്കുന്നത്. മിക്സിയിലിട്ടിട്ട് ചതക്കണില്ല. നമ്മൾ ബിരിയാണി വെക്കുമ്പോഴൊക്കെ ഇതുപോലെ വെളുത്തുള്ളി ഇതുപോലെ അങ്ങനെ ചതച്ചിട്ട് ഇടുകയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒക്കെ എളുപ്പ വഴിക്ക് വേഗം മിക്സിയിൽ ചതച്ചിട്ടുണ്ട് ഇടല്ലേ ചെയ്യുക. അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ പച്ചമുളകും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവി നമുക്ക് റൈസിലേക്ക് എടുക്കാനുള്ളതാണ്. നമ്മൾ 3/4 കിലോ അരി കൊണ്ടുള്ള ബിരിയാണിയായിട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് ബീഫിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അല്ലേ, അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്നും അങ്ങോട്ട് വാട്ടിയതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് വേണ്ട വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്നുകൊണ്ട് അടച്ച് വെക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. എരിവിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി പൊടികളുടെ പച്ചമണക്കം മാറിയതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ചോറിലേക്ക് ഒഴിക്കാനുള്ളതാണ്. ചോറ് വേവിക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പം ഇനി അതൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് അതുപോലെ ഒന്ന് കുറഞ്ഞ തീയിലൊന്ന് അടുപ്പത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ബീഫിൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് തിളച്ചപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെമ്പട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി അതിലേക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള സ്പൈസസ് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി കൂട്ടി ഇട്ട് കൊടുക്കാം. അരി കുതിർത്തിയിട്ടൊന്നുമില്ല, കഴുകിയിട്ട് ഊറ്റിയെടുത്തതാണ്. അത് നെയ്യിലിട്ടിട്ട് ഇങ്ങോട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനാണ് ആദ്യം തന്നെ തിളച്ച വെള്ളം ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ അരിയൊക്കെ പൊടിഞ്ഞു പോവുള്ളൂ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ബീഫ് വേവിച്ചതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അത് നമ്മൾ വെള്ളം ഇളക്കണ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആ ഗ്രേവി കൂടെ അതിലേക്ക് ഒഴിക്കേണ്ട വെള്ളം അളന്നെടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അരിയുടെ ഇരട്ടി വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പാത്രം അരി എടുത്തിട്ടുണ്ടെങ്കിൽ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ച ഗ്രേവിയിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അത് ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 4-5 പച്ചമുളക് മുഴുവനായിട്ട് അതിലേക്ക് കീറൊന്നും ചെയ്യാതെ വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പച്ചമുളകിൻ്റെ ഒരു മണം കിട്ടും നമ്മളെ ബിരിയാണിക്ക്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം വറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ഇട്ടിട്ട് ദം ചെയ്തെടുക്കണം. അപ്പോൾ ആ വീഡിയോ ഒക്കെ എൻ്റെ ഒന്നും മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ദമ്മൊക്കെ മാറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തതൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.